പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ വചനം വീണ്ടും നമുക്ക് ധ്യാനിക്കാം. ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാകണമെങ്കിൽ, ആ പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു സ്നാനപ്പെടൽ ഉണ്ടാകണമെങ്കിൽ തുടർന്ന് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് പശ്ചാത്താപം. പശ്ചാത്തപിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തി, പശ്ചാത്തപിച്ച് ദൈവത്തെങ്കിലേക്ക് തിരിയുന്ന ഒരു വ്യക്തി, പശ്ചാത്തപിച്ച് പാപങ്ങളെയും പാപ സാഹചര്യങ്ങളെയും എല്ലാം വെറുത്തുപേക്ഷിച്ച് ദൈവത്തെങ്കിലേക്ക് തിരിയുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്കാണ് ദൈവം തൻ്റെ ആത്മാവിനെ അഭിഷേകമായി വർഷിക്കുന്നതെന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ഈശോ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നൊരു കാര്യമുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 17-ാം തിരുവചനം: സത്യാത്മാവിനെ സ്വീകരിക്കുവാൻ ലോകത്തിന് സാധിക്കുകയില്ല, കാരണം അതവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. സത്യാത്മാവ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. പുത്രനായ യേശു പറയുന്നുണ്ട്, ഞാൻ പിതാവിൻ്റെ തിരുസന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ എന്നെന്നും നിങ്ങളോട് കൂടിയായിരിക്കുവാൻ ഞാനൊരു സഹായകനെ നൽകും. അതാണ് സത്യാത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവീക ജീവൻ, പരിശുദ്ധാത്മാവ്, റൂഹ. അപ്പം ഈ പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ചിടത്ത് പറയുകയാണ്, സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധ്യമല്ല എന്ന് പറഞ്ഞാൽ ഒരു ലോക മനുഷ്യനായിട്ട്, ഒരു ലൗകിക മനുഷ്യനായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കുക സാധ്യമല്ല. ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, ആത്മാവിൻ്റെ ഒരു നിറവ്, ആ ചൈതന്യം ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ ഈ ലോകത്തിന് അനുരൂപരായി ജീവിക്കുന്ന, ഈ ലോകത്തിൻ്റെ തിന്മകൾ കടിമപ്പെട്ട് ജീവിക്കുന്ന, ഈ ലോകത്തിലെ മനുഷ്യൻ ജീവിക്കുന്നത് പോലെ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ലഭിക്കുകയില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, പശ്ചാത്തപിക്കണം, മടങ്ങി വരണം, ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരണം. യേശുവിൻ്റെ പരസ്യ ജീവിത കാലഘട്ടത്തിൽ യേശു ഈ ആത്മാവിനെ മനുഷ്യന് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ആത്മാവിൻ്റെ ചൈതന്യം ഒരു വ്യക്തിക്ക് കിട്ടണമെങ്കിൽ ഒരു വ്യക്തിക്ക് മാനസാന്തരത്തിൻ്റെ അനുഭവം ഉണ്ടാകണം. അതുകൊണ്ടാണ് മർക്കോസിൻ്റെ സുവിശേഷമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, യേശു പ്രസംഗിക്കുന്നത് മാനസാന്തരപ്പെടുവൻ. മാനസാന്തരത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു യേശുവിനെ മർക്കോസിൻ്റെ സുവിശേഷകൻ അവതരിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ മത്തായിയുടെ സുവിശേഷത്തിലും ഇത് തന്നെ യേശു ചെയ്യുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, യേശു ക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ വേണ്ടി കടന്നു വന്ന സ്നാപയോഹന്നാൻ പ്രസംഗിച്ചത് മാനസാന്തരത്തിൻ്റെ സുവിശേഷ, സമ്പൽ സമൃദ്ധിയുടെ സുവിശേഷമല്ല, രോഗശാന്തിയുടെ സുവിശേഷമല്ല, വിദേശത്ത് ജോലി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സുവിശേഷമല്ല, അല്ലെങ്കിൽ വീട് പണിയാനോ അല്ലെങ്കിൽ സ്ഥാനങ്ങൾക്കോ മറ്റ് മേഖലകൾക്ക് വേണ്ടിയിട്ടോ MBBSന് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ടോ അങ്ങനെയുള്ള ഒരു സുവിശേഷമല്ല സ്നാപയോഹന്നാൻ പ്രസംഗിച്ചത്. ആ സ്നാപയോഹന്നാൻ പ്രസംഗിച്ചതുപോലെ മാനസാന്തരത്തിന് തക്ക ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ വേണ്ടി മാനസാന്തരത്തിൻ്റെ സുവിശേഷമാണ് ഈശോ പ്രസംഗിച്ചത്. കാരണം എന്താണെന്നറിയാമോ? ഈ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ, ഒരു ലോക മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ ആത്മാവിനെ സ്വന്തമാക്കുവാൻ പറ്റില്ല എന്ന് അറിയാമായിരുന്ന ദൈവമാണ് ഒരു കാര്യം ചെയ്തത്. അവരോട് പ്രസംഗിക്കുന്നത്, നിങ്ങൾക്കൊരു മാനസാന്തരത്തിൻ്റെ ആവശ്യമാണ്. മാനസാന്തരം, അവന് പശ്ചാത്താപമുണ്ടാകണം. ആ പശ്ചാത്താപമുണ്ടായി അവൻ ദൈവത്തെങ്കിലേക്ക് തിരിച്ചു വരണം. അതിനു വേണ്ടിയിട്ടാണ് ഈശോ ഇത് പറയുന്നത്. ഈശോ പറയുന്നത് അതിനു വേണ്ടിയിട്ടാണ്. സത്യാത്മാവിനെ സ്വീകരിക്കുവാൻ ലോകത്തിന് സാധിക്കുകയില്ല എന്ന് പറഞ്ഞ ഒരു ലോക മനുഷ്യന് സാധിക്കുകയില്ല. കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. ഒരു ലോക മനുഷ്യനെ സംബന്ധിച്ച് ഒരു ദൈവികമായ കാര്യങ്ങളിലേക്ക് ആ മേഖല അവന് അറിവില്ല. ആ മേഖലകളിലേക്ക് അവൻ തിരിയുന്നില്ല. ആ മേഖലകളിലേക്ക് അവൻ പോകുന്നില്ല. അവൻ ലോകത്തിൻ്റേതായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും വ്യാപൃതനായി ജീവിക്കുന്നു. എന്നാൽ വീണ്ടും നമുക്ക് കർത്താവിൻ്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും,
അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 37-38 തിരുവചനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ ആദ്യത്തെ പത്രോസിൻ്റെ പ്രസംഗമാണ്. പത്രോസിൻ്റെ പ്രസംഗം 2-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള തിരുവചനം പത്രോസിൻ്റെ പ്രസംഗത്തിൻ്റെ ഭാഗമാണ്. പത്രോസ് ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നു. കർത്താവിൻ്റെ വചനം കേട്ട ഈ മനുഷ്യർ 2-ാം അധ്യായത്തിൻ്റെ ഒരു 37-ാമത്തെ തിരുവചനത്തിൽ ചെന്നിച്ച് ചോദിക്കുകയാണ്, ഞങ്ങളിനി എന്താണ് ചെയ്യേണ്ടത്? ഈ ലോകത്തിന് അനുരൂപരായി ജീവിച്ച ആ മനുഷ്യർ പത്രോസിൻ്റെ അടുത്ത് ചെന്നിച്ച് ചോദിക്കുകയാണ്, ഇനി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ലോകമനുഷ്യർ. അപ്പോൾ അവർ ദൈവിക മനുഷ്യരായി മാറണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പത്രോസിലൂടെ പറയുന്നുണ്ട്. ഈ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ 2-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള തിരുവചനത്തിൽ പത്രോസിൻ്റെ പ്രസംഗമാണ്. 17-ാമത്തെ തിരുവചനത്തിൽ പത്രോസ് ഒരു വചനം പ്രസംഗിച്ചാണ്. വചനം പറഞ്ഞുകൊണ്ടാണ്, ജോയൽ പ്രവചനം 2:28 പറഞ്ഞാണ് വചനം പ്രസംഗിക്കുന്നത്. അങ്ങനെ ആ വചനം പ്രസംഗിച്ചു കൊണ്ടിരുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെന്ന് ചോദിക്കുകയാണ്, ഇനി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ലോകമനുഷ്യർ ചോദിക്കുക. ഇന്ന് ഈ ലോകത്തിന് അനുരൂപരായി, ഈ ലോകത്തിൻ്റെ തട്ടിപ്പും വെട്ടിപ്പുമായിട്ടും, ഈ ലോകത്തിൻ്റെ വഞ്ചനയും, ഈ ലോകത്തിൻ്റെ സുഖലോലുപയും, ഈ ലോകത്ത് ആർക്കും ഒരു നന്മ പോലും ചെയ്യാതെ മറ്റുള്ളവരുടെ അവകാശങ്ങളെല്ലാം പിടിച്ചു വെച്ചുകൊണ്ട്, മറ്റുള്ളവരെ ദ്രോഹിച്ചുകൊണ്ട്, മറ്റുള്ളവർക്ക് തിന്മ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയായി ഞാൻ മാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ ദൈവത്തെങ്കിലേക്ക് തിരിയണം. അവൻ സ്വയം ഒന്ന് ചോദിക്കണം, എൻ്റെ കർത്താവേ, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അന്നേരം അവൻ്റെ ഉള്ളിലിരുന്ന് പറയും, ദൈവം പറയും. കാരണം അവൻ സഭയിലെ അംഗമാണ്. സഭയിലെ അംഗമായി കർത്താവിൻ്റെ മകനായി മാറ്റപ്പെട്ടവനാ. അവൻ്റെ ഉള്ളിലിരുന്ന് ദൈവം പറയും, നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്നൊരു സ്വരം കേൾക്കും, ഇതാണ് വഴി, ഇതിലെ പോകുക എന്ന ആ കർത്താവിൻ്റെ വചനം അവനോട് പറയും, നീ ദൈവത്തെങ്കിലേക്കൊന്ന് തിരിയേ എന്ന്. നമുക്കൊരു നിമിഷം ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അവിടുത്തെ തിരുവചനം ഞങ്ങൾ ഓർക്കുന്നു. സത്യാത്മാവിനെ സ്വീകരിക്കുവാൻ ലോകത്തിന് സാധ്യമല്ല എന്ന് അരുളി ചെയ്ത കർത്താവേ, ഈ സത്യാത്മാവിനെ സ്വീകരിക്കുവാൻ ലോകത്തിൽ ജീവിക്കുന്ന ലോകമനുഷ്യരായ ഞങ്ങൾക്ക് ആത്മാവിനെ സ്വീകരിച്ച് അങ്ങയുടെ സാക്ഷികളായി ജീവിക്കുവാൻ വേണ്ട വിവേകവും ജ്ഞാനവും അറിവും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകിക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.